നിന്റെ ആയുസ്സും നിന്റെ ആരോഗ്യവും നിന്റെ കഴിവും നിന്റെ സിദ്ധിയും നിനക്കുള്ളതെല്ലാം ദൈവം നിനക്ക് തന്നതാ. നട്ടതും പിടിപ്പിച്ചതും ഓർത്തുകൊള്ളുക. എന്നെയും നിങ്ങളെയും നട്ടുപിടിപ്പിച്ചത് എങ്ങനെയൊക്കെയൊന്ന് ഓർക്കുക. നിന്റെ ജോലിയാകാം, നിന്റെ കുടുംബമാകാം, നിന്റെ ജീവിതാന്തസ്സാകാം. ഓരോന്നും 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 ധ്യാന വിഷയങ്ങളാണ്. ഞാൻ അച്ഛനാകാൻ വരുമെന്ന് സ്വപ്നേബി കരുതിയിരുന്ന ഒരാളല്ല. സാധാരണ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയാണ്. ഒരു നാൾ അങ്ങനൊരു മോഹം തമ്പുരാൻ ഉള്ളിൽ തന്നപ്പോൾ അരമനയിൽ വന്നു. അത് ജൂൺ മാസം പകുതി കഴിഞ്ഞിരുന്നു. എന്നെ എടുക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടതാണ്. അവിടുന്ന് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടലോ അവിടെ കയറി വരാനിടയായി. അതിൻ്റെ ചരിത്രം മണിക്കൂറുകളുള്ളതാണ്. ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ ഓർക്കുന്നു, നിന്നെ നട്ടുപിടിപ്പിച്ച ദൈവം, നിന്നെ നട്ടുപിടിപ്പിച്ച രീതികളോ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു, അതിനു ചുറ്റും വെയിൽ കെട്ടി. ഇതാ നട്ടുപിടിപ്പിക്കുന്ന എൻ്റെ ജീവിതം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവം വെയിൽ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ടാ. ഏതെല്ലാം തരത്തിൽ ആരൊക്കെ വഴിയായിട്ടാണ് നമ്മൾക്ക് വെയിലിക്കെട്ടുകൾ തന്നതെന്ന് ഓർക്കുക. മാതാപിതാക്കളുടെ വെയിലിക്കെട്ടുകളാകാം, അധികാരികളുടെ വെയിലിക്കെട്ടുകളാകാം, അധ്യാപകരുടെ വെയിലിക്കെട്ടുകളാകാം, സഹോദരി സഹോദരങ്ങളുടെ വെയിലിക്കെട്ടുകളാകാം. വെയിലിക്കെട്ടിൻ്റെ ഉദ്ദേശം നിങ്ങൾക്കറിയാം. ഇതാ ഒരു ചെടി നട്ടു പിടിപ്പിക്കുമ്പോൾ അതിനെ മറ്റാരും പിഴുതെടുക്കാതിരിക്കാൻ വേണ്ടി വെയിലിക്കെട്ടുകളാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങൾ പിഴുതെറിയപ്പെടാതിരിക്കാൻ ദൈവം നമുക്ക് തന്ന വെയിലിക്കെട്ടുകളെ ഓരോന്നും തിരിച്ചറിഞ്ഞുകൊള്ളുക. നമ്മുടെ നിയമങ്ങളും ചട്ടങ്ങളുമാകാം, സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളുമാകാം, വചനം നമുക്ക് തരുന്ന ഉൾവെളിച്ചങ്ങളാകാം, ഇതുപോലുള്ള പ്രാർത്ഥനാനുഭവങ്ങൾ തരുന്ന വെയിലിക്കെട്ടുകളാകാം. എൻ്റെ CLCയിലെ യുവജനങ്ങളോ മിഷൻ ലീഗിലെയും KCYMിലെയൊക്കെ യുവജനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ഈ സംഘടനയിൽ അംഗമായിരിക്കുമ്പോൾ ഇത് ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കയറാൻ പാടില്ലാതേക്ക് കയറുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു പുള്ളിങ് ബാക്ക്. ഞാനൊരു CLCയറാണ്, ഞാനൊരു KCM പ്രവർത്തകനാണ്, ഞാനൊരു മിഷൻ ലീഗിലെ അംഗമാണ്, ഞാൻ ജീസസ് യൂത്തിലെ ഒരു അംഗമാണ്, ഞാൻ നവീകരണത്തിലേക്ക് വന്ന ഒരാളാണ്, ഞാനൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അംഗമാണ്, ഞാൻ പോട്ടയിൽ പോകുന്ന ആളാണ്, ഞാൻ ഡിവൈനിൽ പോകുന്ന ആളാണ്. ഇതാ അതൊക്കെ ഒരു വെയിലുകെട്ടായിട്ട് വരികയാണ്. പലയിടത്തേക്കും ചെന്ന് കയറാതിരിക്കാൻ, പലരും എന്നെയും നിങ്ങളെയും പിടിതടിയായിരിക്കാൻ, ഞാൻ ഇന്ന കുടുംബത്തിലെ ആളാണ്, ഇന്ന തറവാട്ടിലെ ആളാണ്, അതൊരു വെയിലുകെട്ടാ. നമുക്ക് കിട്ടിയിരിക്കുന്ന വെയിലുകെട്ടുകളെ ഓർത്ത് നന്ദി പറയാൻ കഴിയുമോ? നന്ദി പറയാൻ ഏറെയുണ്ടാ, നന്ദി പറയാൻ ഏറെയുണ്ടാ. നിന്നെ നട്ടു പിടിപ്പിക്കാൻ വേണ്ടി ദൈവം നിനക്ക് തന്ന ഓരോ വെയിലുകെട്ടുകളെയും തിരിച്ചറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കാനായിട്ട് കഴിയട്ടെ. നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്തി നമ്മെ നട്ടുപിടിപ്പിച്ച രീതികളൊന്ന് കണ്ണുകളടച്ചൊന്ന് ഓർത്തുകൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നമുക്ക് കിട്ടിയ വെയിലുകെട്ടുകളൊക്കെ ഓർത്തൊന്ന് സ്തുതിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇരു കരങ്ങളും ഉയർത്തി ദൈവം നമ്മെ ഓരോരുത്തരെയും നട്ടുപിടിപ്പിച്ച രീതികൾ ഓർക്കുക. ഇതാ മാതാപിതാക്കളിലൂടെ, സഹോദരങ്ങളിലൂടെ, അധ്യാപകരിലൂടെ, വൈദികരിലൂടെ, സഹശുശ്രൂഷകരിലൂടെ, ദൈവം നമുക്ക് അവസരങ്ങളിലൂടെ നമ്മുടെ ആയുസ്സും നമ്മുടെ ആരോഗ്യവും നമ്മുടെ കഴിവുകളും നമ്മുടെ സിദ്ധികളും എല്ലാം എല്ലാം ദൈവം നട്ടുപിടിപ്പിച്ച രീതികളും ശൈലികളും. ഓ ദൈവമേ, നിന്നെ സ്തുതിക്കട്ടെ. സ്വരമുയർത്തി ഒന്ന് സ്തുതിച്ചേ, സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ജീവനുള്ള ദൈവത്തെ സ്തുതിക്കട്ടെ, ജീവൻ തന്ന ദൈവത്തെ സ്തുതിക്കട്ടെ, സ്വരം തന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്താൻ കൽപ്പ് തരുന്ന ദൈവത്തെ കരമുയർത്തി സ്തുതിക്കട്ടെ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും അകന്നു പോകട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്നതിനോർത്ത് നന്ദി പറഞ്ഞു നിന്നെ മഹത്വപ്പെടുത്തട്ടെ. നിനക്ക് നന്ദി മാത്രം കർത്താവേ, നിനക്ക് സ്തുതി മാത്രം കർത്താവേ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. നിനക്ക് ചുറ്റും തന്ന വെയിലുകെട്ടുകളാ, വെയിലുകെട്ടുകളാ ഏതൊക്കെയാണ്? ചിലപ്പോൾ നമുക്ക് പരിഭവം ഉണ്ടാകാം നമ്മുടെ അപ്പനോട്, അമ്മയോട്, സഹോദരങ്ങളോട്, സഭാധികാരികളോട്, സമൂഹത്തോട്. ഇതാ നിനക്ക് കിട്ടിയ വെയിലുകെട്ടുകൾ. ഒരു ഗോപുരം പണിതു, ഗോപുരം. എന്നെയും നിങ്ങളെയും ഉറ്റുനോക്കുന്നുണ്ട് പലരും. ഗോപുരത്തിലിരുന്ന് ഉറ്റുനോക്കുന്നത് പോലെ ഇതാ എന്നെയും നിങ്ങളെയും നോക്കുന്നുണ്ട് പലരും. ഗോപുരം പണിത് എന്നെയും നിങ്ങളെയും നോക്കിയിരിക്കുന്നവരാ. ഗോപുരത്തിലിരുന്ന് നോക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഗോപുരവും പണിതു. എന്നിട്ട് എന്ത് ചെയ്തു? അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോയി. ഈ ആയുസ്സും ആരോഗ്യവും കഴിവുകളും സിദ്ധികളും ഈ ജന്മവും ദൈവം ഇതാ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്.
വളരെ ശ്രദ്ധേയമായ ഒരു ബോധ്യമായിട്ട് എന്നെ ഇത് ഉണർത്തിയിട്ടുണ്ട്. ദൈവം ഈ ജന്മം നട്ടുപിടിപ്പിച്ച് ഇത് എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് എന്തൊക്കെയുണ്ടോ, നിന്റെ ഓരോ കഴിവുകളും നിന്റെ ഓരോ സിദ്ധികളും നിനക്കുള്ള കുടുംബവും സാഹചര്യങ്ങളും ബന്ധങ്ങളും എല്ലാം ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുക. എന്ത് ചെയ്യാനാ? കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരിക്കുക. കൃഷി ചെയ്യാൻ എന്ത് ചെയ്യണം? കൃഷിക്കാരൻ എന്ത് ചെയ്യണം? വളം കൊടുക്കേണ്ട സമയത്ത് വളം കൊടുക്കണം, വെള്ളം കൊടുക്കേണ്ട സമയത്ത് വെള്ളം കൊടുക്കണം, താങ്ങ് കൊടുക്കേണ്ട സമയത്ത് താങ്ങ് കൊടുക്കണം, വെട്ടിയൊരുക്കേണ്ട സമയത്ത് വെട്ടിയൊരുക്കണം, മരുന്നടിക്കേണ്ട സമയത്ത് മരുന്നടിക്കണം. അപ്പോൾ എനിക്കും നിങ്ങൾക്കും ദൈവം എന്തെല്ലാം തന്നിട്ടുണ്ടോ തന്നിട്ടുള്ളതെല്ലാം ദൈവം തന്നതാണെന്നും അത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നും മറന്നു പോകരുതാ. നിന്റെ ഈ ജന്മം പകരം വയ്ക്കാൻ വേറെ ആരുമില്ല. നിനക്ക് തന്നിരിക്കുന്ന ഈ ജന്മം ദൈവം വളരെ കൃത്യമായിട്ട് ഈ കുടുംബത്തില്, ഈ രാജ്യത്ത്, ഈ നാട്ടില് നട്ടുപിടിപ്പിച്ചു തരുകയാണ്. നിന്റെ ജീവിതാന്തസ് എന്താണെങ്കിലും, നീ ആയിരിക്കുന്ന കുടുംബം ഏതാണെങ്കിലും, നീ ആയിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണെങ്കിലും, അവിടെയൊക്കെ ദൈവം നിന്നെ നട്ടതാണെങ്കിൽ, ദൈവം നിന്നെ പിടിപ്പിച്ചതാണെങ്കിൽ, ദൈവം നിനക്ക് വേലിക്കെട്ടുകൾ തന്നു എങ്കിൽ, ദൈവം നിന്നെ ഏൽപ്പിച്ചതാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലോ ഇതിനെ വളർത്തി പരിപോഷിപ്പിക്കണം. നീ കൃഷി ചെയ്യാനുള്ള കൃഷിക്കാരനാണ്, മറക്കരുതാ. ഞാനൊരു കൃഷിക്കാരനാണ്. എനിക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാ സാധ്യതകളെയും കഴിവുകളെയും നന്മകളെയും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ കൃഷി ചെയ്യണം. അപ്പം അതുകൊണ്ട് നീ വളം സ്വീകരിക്കേണ്ടതൊക്കെ സ്വീകരിക്കണം. കൂദാശകളുടെ വളമാകാം, കൗൺസിലിങ്ങിൻ്റെ വളമാകാം, വചനത്തിൻ്റെ വളമാകാം. ഏതൊക്കെ വളമാണോ നിനക്ക് കിട്ടാനായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്നത്, ആ വളവും വെള്ളവും ഒക്കെ സ്വീകരിക്കുക. കൂദാശയിൽ നിന്ന് മാറിപ്പോകരുത്, പ്രാർത്ഥനയിൽ നിന്ന് മാറിപ്പോകരുത്, വചന ശുശ്രൂഷയിൽ നിന്ന് മാറിപ്പോകരുത്, കുടുംബത്തിൻ്റെ പാരമ്പര്യങ്ങളിൽ നിന്ന് മാറിപ്പോകരുത്, സഭയുടെ പ്രബോധനങ്ങളിൽ നിന്ന് മാറിപ്പോകരുത്. നിനക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിച്ച ഈ വളവും വെള്ളവും സ്വീകരിച്ച നീ ഫലം പുറപ്പെടുവിക്കണം. അടുത്തത് ഇതാണ്. ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു, ഞാൻ നിന്ന് പോയിട്ടുള്ളൊരു സ്ഥലം ഒറ്റ വാക്ക് ഓഹരി എന്നാണ്. ദൈവം നിനക്ക് തന്നു എങ്കിൽ നിനക്ക് തന്നതൊക്കെ യജമാനായ ദൈവം നിന്റെ മുമ്പിൽ അയക്കുന്ന ഭൃത്യന്മാരിലൂടെ തന്റെ അവകാശം ദൈവം ചോദിക്കുകയാണ്. ഇവിടെയാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലോ കർത്താവിൻ്റെ വാക്കുകൾ, അന്ത്യവിധിയുടെ വാക്കുകൾ ശ്രദ്ധയിൽ വരുന്നതാ. അത് ഞാനായിരുന്നു, വിശക്കുന്നവനായി വന്നതാ, ദാഹിക്കുന്നവനായി വന്നതാ, പരദേശിയായി വന്നതാ, നഗ്നനായി വന്നതാ, അത് ഞാനായിരുന്നു. വിശക്കുന്നവനായി എൻ്റെ ചുവട്ടിൽ വരുന്നവൻ, എന്നെ നട്ടുപിടിപ്പിച്ച എൻ്റെ യജമാനൻ എന്നെ അവൻ്റെ മുമ്പിൽ നിർത്തിയിരിക്കുക. അവൻ്റെ വിശപ്പടക്കാനായിട്ട് എന്നിൽ നിന്നും ഫലം കിട്ടേണ്ടിയിരിക്കുന്നു. നമ്മൾ വീണ്ടും കൂട്ടി വായിക്കുന്നു അത്തിമരത്തിൻ്റെ ഉപമ. അത്തിമരം അത് രാവിലെ ഫലം ചൂടി നിൽക്കുമെന്ന് കരുതുന്നതാണ്. യേശുനാഥൻ ആ അത്തിമരത്തിൻ്റെ ചുവട്ടിലൂടെ കടന്നു പോകുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 12 മുതലുള്ള തിരുവചനങ്ങൾ, അടുത്ത ദിവസം അവൻ ബഥാനിയയിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകളെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിലെന്തെങ്കിലും ഉണ്ടാകാമെന്ന് വിചാരിച്ച് അടുത്തു ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. ഇതൊരു ഉപമയാണെന്ന് നമുക്കറിയാം. വീണ്ടും ഇത് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ ഉപമ വായിക്കുമ്പോൾ എൻ്റെ ദൈവമായ കർത്താവ് എന്നെ നട്ടുപിടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. തളിര് ചൂടി ഇല ചൂടി എന്നെ അച്ഛനാക്കി നിർത്തിയിരിക്കുകയാണ്. നിന്നെ അപ്പനാക്കി നിർത്തിയിരിക്കുകയാണ്, അമ്മയാക്കി നിർത്തിയിരിക്കുകയാണ്, സഹോദരനാക്കി നിർത്തിയിരിക്കുകയാണ്, നിന്നെ ഈ പ്രസ്ഥാനത്തിൽ നിർത്തിയിരിക്കുകയാണ്, നിന്നെ ഈ ശുശ്രൂഷയിൽ നിർത്തിയിരിക്കുകയാണ്. ഈ ആശ്രമം ദേവാലയത്തെ ദൈവം ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ എന്നിലും നിങ്ങളിലും ഉണ്ടാകേണ്ട ഫലങ്ങൾ ഉണ്ടാകാമെന്ന് കരുതി അടുത്തു വരുന്നവരാ, ചുവട്ടിൽ വരുന്നവരാ, വിട്ടുപോകേണ്ട ചുവട്ടിൽ വരുന്നവര് അവകാശം ചോദിച്ചാ വരുന്നതാ, ഓഹരി ചോദിച്ചാ വരുന്നതാ. ഈശോ ചുവട്ടിൽ വന്ന് അത്തിമരത്തിലേക്ക് നോക്കി. സത്യമായിട്ടും നോക്കുന്നവൻ ആരാണെങ്കിലും അത് ഈശോയാണ്, യജമാനായ ദൈവമാണ്. അത് ഞാനായിരുന്നു എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തി തരുന്നു. വിശപ്പോടെ എൻ്റെ ദൈവമായ കർത്താവ് എന്നിലേക്ക് നോക്കുന്നു. എൻ്റെ അരികിൽ വരുന്ന ഓരോരുത്തരിലൂടെയും ഈ എന്നിലേക്ക് നോക്കുമ്പോൾ എന്നെ ഇന്ന് ദൈവം നട്ടുപിടിപ്പിച്ചൊരു വൈദികനാക്കി നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. ഇതെന്നെ ഏറ്റവും അധികം വെല്ലുവിളിക്കുകയാണ്. ഇന്ന് എന്നെ ഒരു വൈദികനാക്കി
നട്ടുപിടിപ്പിച്ച് ഉടുപ്പ് പിടിപ്പിച്ച് അച്ഛനാണെന്നും പറഞ്ഞ് എന്നെ നിർത്തിയേക്കുക. എൻ്റെ കർത്താവിൻ്റെ കാരുണ്യത്താൽ ഇതാ ഞാനൊരു വൈദികനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. എൻ്റെ ചുവട്ടിൽ വരുന്നവരാരൊക്കെയാണെങ്കിലും അതെൻ്റെ യജമാനായ ദൈവം എൻ്റെ അടുക്കലേക്ക് അയക്കുന്ന വ്യക്തികളാണ്. അത് ദൈവത്തിൻ്റെ രൂപവും ഭാവവും ഉള്ള മനുഷ്യരാ. അവർ വരുന്നത് എന്നിൽ നിന്ന് ഓഹരി ചോദിച്ചുകൊണ്ടാ. എന്നെ വൈദികനാക്കിയ എൻ്റെ ദൈവം എൻ്റെ ജനത്തിലൂടെ എൻ്റെ അടുക്കൽ വരികയാണ്. എന്നിൽ നിന്ന് അവകാശം വാങ്ങാനായിട്ട് ഒരു വൈദികനിൽ നിന്ന് കിട്ടേണ്ട ഫലങ്ങൾ ചോദിച്ചുകൊണ്ട് അവർ ചുവട്ടിൽ വരികയാണ്. ഇതൊരു വലിയ വെല്ലുവിളിയാണ്. പറയാൻ എളുപ്പമാണ് കേട്ടോ, ജീവിക്കാൻ ഏറെ വിഷമിക്കുന്നൊരു സത്യമാണിത്. പേടിപ്പെടുത്തുന്നൊരു സത്യമാണ്. നിന്നെ ഒരു അപ്പനാക്കിയെങ്കിലോ, നിന്നെ ഒരു അമ്മയാക്കിയെങ്കിലോ, നിന്നെ ഒരു മകനാക്കിയെങ്കിൽ, മകളാക്കിയെങ്കിൽ, നിന്റെ പ്രൊഫഷൻ ഏതുമാകട്ടെ, നീ ഒരു അധ്യാപകനാകാം, അധ്യാപികയാകാം, നീ ഒരു എഞ്ചിനീയർ ആകാം, നീ ഒരു ഡോക്ടറാകാം, നീ ഒരു നേഴ്സാകാം, നീ കുടുംബനാഥയാകാം, കുടുംബനാഥനാകാം. നിന്റെ മക്കള്, നിന്റെ പ്രിയപ്പെട്ടവർ, നിന്റെ ചുവട്ടിൽ വരുന്നവർ ആരൊക്കെയാണെങ്കിലും നിന്റെ ചുവട്ടിൽ വന്ന് നിൽക്കുന്നത് ആ അവകാശം വാങ്ങാനാണ്. പേടിയാണ് കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ. കർത്താവേ, അവകാശം വാങ്ങാൻ എൻ്റെ ചുവട്ടിൽ നിൽക്കുക. അവകാശം വാങ്ങാനാ നിൽക്കുന്നേ. എൻ്റെ ഏലക്കൊഴുപ്പും തടിക്കൊഴുപ്പും കൊണ്ട് കാര്യമില്ല. ഫലങ്ങള്, എന്നിൽ നിന്നുണ്ടാകേണ്ട ഫലങ്ങൾ എന്നിൽ ഉണ്ടായില്ല എങ്കിൽ ആത്തിമരം ശപിക്കപ്പെട്ടതുപോലെ ഞാനും നിങ്ങളും ശപിക്കപ്പെട്ടതായിട്ട് തീരുകയാണ്. മറ്റാർക്കും ഉള്ളതല്ല. ഞാൻ എൻ്റെ തന്നെ ജീവിതം കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് തിരിച്ചറിയുകയാണ്. ഞാൻ ശപിക്കപ്പെട്ടവനായിട്ട് തീരുകയാണ്. ശപിക്കപ്പെട്ടവർ ഒരുമിച്ച് കൂടിയ സ്ഥലം ഏതാണ് നമുക്കറിയാം. അതാണ് നരകമെന്ന് പറയുന്നത്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. എൻ്റെ കർത്താവേ, എൻ്റെ ചുവട്ടിൽ വരുന്ന മനുഷ്യരാ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതാ ഒരു വൈദികൻ എന്ന നിലയിൽ ഉടുപ്പിക്കുന്ന അനുഭവങ്ങളാ, ഉടുപ്പിക്കുന്ന അനുഭവങ്ങളാ. അവരെ ഉടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതാ നാണം കിട്ടു വന്നിരിക്കുക. അവനെ ഒന്ന് ഉടുപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, തുണിയില്ലാത്ത അവസ്ഥ, ഉൾവലിയുന്നൊരവസ്ഥ, പുറകോട്ട് മാറുന്നൊരവസ്ഥ, ഉടുതുണിയില്ലാത്തയാകുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെയെങ്കിലും ആരും കാണാതിരിക്കാൻ വേണ്ടി ഇതാ ഉൾവലിയുന്നു. ഉടുപ്പിക്കാനുള്ള വിളിയാണ് എനിക്കും നിങ്ങൾക്കുമുള്ളതാ. ഉടുപ്പിക്കുന്നവൻ അനുഗ്രഹീതനാണ്. ഓർക്കുന്നില്ലേ പണ്ട് വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഒരു ഓർമ്മ? ഇതാ അപ്പൻ വെള്ളം അടിച്ച് ബോധയില്ലാതെ തുണിയില്ലാതെ കിടക്കുമ്പോൾ ഒരു മകൻ വന്ന് അപ്പനെ ഉടുപ്പിച്ചു. അവൻ അനുഗ്രഹീതനായിട്ട് തീർന്നു. മറ്റേ മകൻ വന്ന് എല്ലാവരും വിളിച്ചു കൂട്ടി, ദേ അപ്പൻ തുണിയില്ലാതെ കിടക്കുന്നു, കണ്ടോളാൻ പറഞ്ഞു. അവൻ ശപിക്കപ്പെട്ടവനായിരുന്നു. ഉടുപ്പിക്കുന്നവർ അനുഗ്രഹീതരാ. നിന്റെ മാതാപിതാക്കളെ നീ ഉടുപ്പിക്കുവോ? തുണി മേടിച്ചു കൊടുക്കുന്ന കാര്യം മാത്രമല്ല കേട്ടോ അച്ഛൻ ഉദ്ദേശിച്ചതാ. അതിൻ്റെ അപ്പുറമാണിതാ. നിന്റെ മാതാപിതാക്കളുടെ ബലഹീനതകളാ, നിന്റെ മക്കളുടെ ബലഹീനതകളാ, നിന്റെ പങ്കാളിയുടെ ബലഹീനതകളാ, നിന്റെ സഹോദരങ്ങളുടെ ബലഹീനതകളാ. നിന്റെ കൺമുമ്പിൽ നിൽക്കുന്ന ഓരോരുത്തരുടെയും ബലഹീനതകളിൽ അവർക്ക് ബലഹീനതയിൽ തുടരാമെന്നല്ല എൻ്റെ അർത്ഥം. ആ ബലഹീനതകൾ വെച്ച് ഞാൻ നാണം കെടുത്തുമോ, അതോ ആ ബലഹീനതകളിലോ എൻ്റെ കരം വെച്ച് അവനെ ഒന്ന് താങ്ങി, അവനെ ഒന്ന് സംരക്ഷിച്ച്, അവളെ ഒന്ന് സംരക്ഷിച്ച് അവളെ നന്മയിലേക്ക് കൊണ്ടുവരുമോ? ഉടുപ്പിക്കലാണ് സ്വർഗരാജ്യം. നിന്റെ പങ്കാളിയെ ഉടുപ്പിക്കാൻ കഴിഞ്ഞാൽ, മക്കളെ ഉടുപ്പിക്കാൻ കഴിഞ്ഞാൽ ആ കുടുംബം സ്വർഗമായിട്ട് തീരും. വിശപ്പിന്റെ അനുഭവങ്ങളാ, വിശപ്പിന്റെ അനുഭവങ്ങളോ വിശപ്പോടെ വരികയാ. സ്നേഹത്തിന് വേണ്ടി, ഒരു അംഗീകാരത്തിന് വേണ്ടി, ഒരു ആശ്വാസത്തിന് വേണ്ടി, ഒരു ധൈര്യത്തിന് വേണ്ടി, ഒരു പ്രോത്സാഹനത്തിന് വേണ്ടി വിശക്കുന്നു എന്ന വിശപ്പോടുകൂടി നിന്റെ മക്കൾ പോകുന്നുവോ? വിശപ്പോടുകൂടി നിന്റെ പങ്കാളി പോകുന്നുവോ? നിന്റെ സഹോദരങ്ങൾ പോകുന്നുവോ? വിശക്കുന്നവർക്ക് കൊടുക്കണം. നിങ്ങളുടെ കയ്യിലുള്ളത് കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുക. കർത്താവ് ആശീർവദിക്കുമെന്നേ. കർത്താവ് ആശീർവദിക്കും. കർത്താവെ, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതാ നിനക്കുള്ളത് കർത്താവിനെ കൊടുത്താൽ കർത്താവ് ആശീർവദിച്ചു കഴിയുമ്പോൾ അത് നിറവായിട്ട് തീർന്നുകൊള്ളും. നിന്റെ ബലഹീനതയോർത്ത് നീ വിഷമിക്കേണ്ട. നിന്റെ ഇല്ലായ്മകളോർത്ത് നീ വിഷമിക്കേണ്ട. നിന്റെ കുറവുകളോർത്ത് നീ വിഷമിക്കേണ്ട. നിന്റെ കർത്താവ് ഈ കുറവുകളുള്ളതിനെ എടുത്ത് ആശീർവദിച്ച് മുറിച്ചു കൊടുക്കുമ്പോൾ 5000 തൃപ്തരാകും, 10000 തൃപ്തരാകും, ബാക്കിയും വരും. നീ നിന്റെ കർത്താവിൻ്റെ അനുഗ്രഹത്തോടു കൂടി നിന്റെ പങ്കാളിയെ, നിന്റെ മക്കളെ, നിന്റെ സഹോദരങ്ങളെ, നിന്റെ സമൂഹത്തെ പോറ്റാൻ ശ്രമിക്കുമ്പോൾ അതുകൊണ്ട് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തുകൊള്ളും. വിഷമിക്കേണ്ട. നിന്റെ കുറവുകൾ ഓർത്ത് നീറിപ്പോകേണ്ട. സോ
നഗ്നനെ ഉടുപ്പിക്കലാണ്. ഇതാ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കലാണ്. ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കലാണ്. പരദേശിയെ സ്വീകരിക്കലാണ്. പരദേശിയെ സ്വീകരിക്കല. ആരെങ്കിലുമൊക്കെ പരദേശിയെ പോലെ ആയി പോകുന്നുണ്ടോ? പരദേശിയെ സ്വീകരിക്കുമ്പോഴാണ് സ്വർഗമുണ്ടാകുന്നത്. അപ്പൊ ഇതാ ഇന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തി തരുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ദൈവം നട്ടുപിടിപ്പിച്ച രീതികൾ ഓർക്കുക. ദൈവം ചുറ്റും വേലിക്കെട്ടുകൾ തന്ന് പരിപാലിച്ച രീതികളെ ഓർക്കുക. ദൈവം രൂപപ്പെടുത്തി ഇതാ എന്നെയും നിങ്ങളെയും നിർത്തിയിരിക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ചുവട്ടിലേക്ക് വരുന്നവരാരൊക്കെയാണെങ്കിലും അവർ തേടി വരുന്നത് ദൈവനാമത്തിൽ എന്നിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവർ കൊടുക്കേണ്ടത് കൊടുക്കുമ്പോൾ മാത്രമാണ് എനിക്ക് സത്യത്തിൽ സ്വർഗമുണ്ടാകുക, എൻ്റെ ജീവിതം അനുഗ്രഹീതമായിട്ട് തീരുക. കർത്താവ് നമ്മെക്കുറിച്ച് പറയും, ഇതാ നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, അനുഗ്രഹിക്കപ്പെട്ടവളാണ്. കാരണം എന്തിയെ? നീ വിശന്നപ്പോൾ ഭക്ഷണം കൊടുത്തു, ദാഹിച്ചപ്പോൾ കുടിക്കാൻ കൊടുത്തു, പരദേശിയെ സ്വീകരിച്ചു, നഗ്നനെ ഉടുപ്പിച്ചു. കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞവന് നീ സന്ദർശനം നൽകി. നിന്റെ ജീവിതം വഴിയായിട്ട് ആരുടെയൊക്കെ വിശപ്പാണ് നിനക്ക് കടക്കാൻ പറ്റുന്നതാ? ആരുടെയൊക്കെ ദാഹം ശമിപ്പിക്കാൻ പറ്റുന്നുവോ? ആരെയൊക്കെ നിനക്ക് ഉടുപ്പിക്കാൻ പറ്റുന്നുവോ? ആരെയൊക്കെ നിനക്ക് ഒരു പരദേശിയുടെ അനുഭവത്തിൽ നിന്ന് സ്വന്തം എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുവോ? അത്രമാത്രം സ്വർഗത്തിന് അവകാശിയായിട്ട് ഞാനും നിങ്ങളും തീരുകയാണ്. കർത്താവ് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുകയാണ് ഈ തിരുവചനത്തിലൂടെ. ഒരു മാറ്റത്തിനുള്ള ആഹ്വാനമാണ് എൻ്റെ കർത്താവ് എനിക്ക് ഈ വചനം വായിക്കുമ്പോഴൊക്കെ തരുന്നത്. ഇനിയും ഞാൻ ഏറെ 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 ഫലം പുറപ്പെടുവിക്കാനുണ്ട്. ഇതാ ഫലം തരാത്ത അത്തിമരം പോലെ പലപ്പോഴും ഞാൻ നിൽക്കുന്നുണ്ട്. എൻ്റെ ചുവട്ടിൽ വരുന്നവർ പലരും വെറും കൈയോടെ പോകുന്നു. പിറുപിറുക്കുന്നത് കാണുന്നു, മുറിവുറുക്കുന്നത് കാണുന്നു. ഇതാ അവരുടെ പിറുപിറുപ്പും മുറിവുറുപ്പും എൻ്റെ മേൽ ചൊരിയുന്ന ശാപവചസ്സുകളും എന്നെ ഓർമ്മപ്പെടുത്തി തരുന്നത് എന്നിൽ നിന്നുണ്ടാകേണ്ടത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് എന്നെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറയാൻ പറ്റണമെങ്കിൽ എന്നിൽ ഉണ്ടാകേണ്ടത് ഉണ്ടാകണം. ഇന്ന് നമ്മൾ വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ തിരിച്ചറിവോടെ ഒന്ന് കരങ്ങൾ ഉയർത്തുകയാണ്. ഇത് പലപ്പോഴും ഉണ്ടാകേണ്ടതൊന്നും ഉണ്ടാകാൻ നമ്മുടെ ജീവിതത്തിൽ ഇത് കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുകയാണെന്ന്. വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇലക്കൊഴുപ്പും തടിക്കൊഴുപ്പുമല്ല, കണ്ണുകളടച്ചൊന്ന് കരങ്ങൾ ഉയർത്തിക്കേ. ഇതാ കർത്താവ് നമ്മളെ നോക്കുന്നത് കാണുക. ഉള്ളിലേക്ക് നോക്കുന്ന കർത്താവിനെ കാണുക. ആരും അറിഞ്ഞിട്ടില്ല, ആരും നമ്മളെക്കുറിച്ച് വെറുപ്പ് പറഞ്ഞിട്ടില്ലായിരിക്കും, ആരും പരസ്യമായിട്ട് നമുക്കെതിരെ ശാപവചസ്സുകൾ പറഞ്ഞിട്ടില്ലായിരിക്കും, ആരും നമ്മളെ പ്രാഗിക്കൊണ്ട് പോയിട്ടില്ലായിരിക്കാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതാ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, പങ്കാളി മുമ്പിൽ നിൽക്കുമ്പോൾ, സഹോദരങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവർ മുമ്പിൽ നിൽക്കുമ്പോൾ എന്നിൽ ഉണ്ടാകേണ്ടതൊന്നും ഉണ്ടായിട്ടില്ല. ഓ കർത്താവെ, പലപ്പോഴും വെറും കൈയോടെയാണ് അവർ പോയിട്ടുള്ളത്. തിരിച്ചറിവോടെ നിന്റെ തിരുസന്നിധിയിൽ ഇന്ന് അനുദപിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഓ കർത്താവെ, ഫലം തരാത്ത അത്തിമരം അത് ഞാൻ തന്നെയാണ്. കർത്താവെ, വെട്ടിക്കളയരുതേ, വെട്ടിക്കളയരുതേ. ഇന്ന് നിന്റെ വളവും വെള്ളവും സ്വീകരിക്കുന്ന ദിവസമായി ഈ മണിക്കൂറുകൾ മാറട്ടെ. നിന്നിൽ നിന്ന് വളവും വെള്ളവും സ്വീകരിച്ച് ഇനിയെങ്കിലും പുറപ്പെടുവിക്കേണ്ട ഫലങ്ങൾ പുറപ്പെടുവിക്കട്ടെ. അങ്ങനെ ചുവട്ടിൽ വന്നവർ നിന്നെ പ്രകർത്തിക്കാനിടയാകട്ടെ. ഒരവസരവും കൂടെ നീ തരുകയാണല്ലോ. ഇന്ന് നീ തരുന്ന ഈ അവസരത്തിൽ നിന്നിലേക്ക് മടങ്ങി വരട്ടെ. യേശുവേ, ബോധ്യത്തിന് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അന്ന് അവകാശം ചോദിച്ചു ചെന്നവർക്ക് ആ കൃഷിക്കാര് ഓഹരി കൊടുക്കുന്നതിന് പകരം അവരെ തലയ്ക്കടിച്ചു, പരിക്കേൽപ്പിച്ചു, മുറിവേൽപ്പിച്ചു, വെറും കൈയോടെ പറഞ്ഞയച്ചു. അങ്ങനൊരു അനുഭവത്തിലാണ് യജമാനൻ ഇടപെടുന്നതായിട്ട് തുടർന്ന് വചനഭാഗത്ത് കാണുന്നത്. ഇന്ന് ചിലപ്പോൾ എന്നിൽ നിന്ന് ഉണ്ടാകേണ്ടതിന് പകരം എൻ്റെ കുടുംബാംഗങ്ങൾക്ക്, എൻ്റെ സമൂഹത്തിന്, എൻ്റെ അരികിൽ വരുന്നവർക്ക് കിട്ടുന്നത് ചിലപ്പോൾ എൻ്റെ വായിൽ നിന്ന് വീഴുന്ന വേദനിപ്പിക്കുന്ന വാക്കുകളാകാം, മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങളാകാം, തലയ്ക്കടിക്കുന്ന തരത്തിലുള്ള രീതികളും ശൈലികളുമാകാം. ഇതാ കർത്താവ് ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ശൈലികൾ മാറ്റേണ്ടതിൻ്റെ ആവശ്യകത. ഇതാ എൻ്റെ അരികിൽ വരുന്നവർക്ക് ഞാൻ കൊടുക്കേണ്ടതല്ല കൊടുക്കുന്നത്, പകരം മുറിവേൽപ്പിക്കുന്ന വാക്കുകളും ചെയ്തികളും രീതികളുമാകാം, തലയ്ക്കടിക്കുന്ന തരത്തിലുള്ള സംസാര രീതികളാകാം. എൻ്റെ അരികിൽ വന്നിട്ട് പലരും വെറും കൈയോടെ പോകുന്നുവോ?
മക്കൾ ഒത്തിരി പ്രതീക്ഷയോടെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് വന്നിട്ട് ആ മക്കൾ വെറും കൈയോടെ പോകേണ്ടി വരുന്നു. ആരെങ്കിലുമൊക്കെ നമ്മുടെ അരികിൽ വരുന്നവർ വെറും കൈയോടെ പോകുന്നുണ്ടോ എന്ന് ആത്മാർത്ഥതയോടെ ആത്മപരിശോധന ചെയ്യാൻ കർത്താവ് നമ്മളെ ഉണർത്തുന്നത് തിരിച്ചറിയുകയാണ്. ഓരോ ദിവസവും എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ അടുക്കൽ വരുന്നവ അനുഭവങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥലങ്ങൾ, സാഹചര്യങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ എല്ലാം വെച്ച് കർത്താവിൻ്റെ അടുക്കൽ പരിശോധിക്കണം. ഇന്നൊന്നും നൽകാൻ പറ്റുന്നില്ല എങ്കിൽ ഇന്ന് നാം നമ്മുടെ ശൂന്യതയുമായിട്ട് അടുത്തത് കർത്താവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. നാം ഇന്ന് ആദ്യം തന്നെ ചിന്തിച്ച സത്യമാണ്, കർത്താവേ, ഞങ്ങൾക്കൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ കയ്യിലുള്ളതാകെ ഇതാണ്, ഇത് നീ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുമോ? ഞാൻ ഇന്ന് ഇതിൻ്റെ തുടർച്ചയായിട്ട് കൺമുമ്പിൽ തെളിഞ്ഞു വന്ന ഒരു വചനഭാവം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അത് വിധവയുടെ കാണിക്കയാണ്. വിധവയുടെ കാണിക്ക നമുക്ക് സുപരിചിതമാണ് ഈ വചനഭാഗം. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം തന്നെ 41 മുതലുള്ള വചനങ്ങൾ. ഞാൻ ഇന്ന് കൂടുതലായിട്ട് എടുത്തത് ഈ വചനഭാഗങ്ങൾ തന്നെയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 21 മുതലുള്ള വചനങ്ങൾ. ഞാൻ കാണുന്നു, എൻ്റെ കർത്താവ് ഈ വരുന്ന മണിക്കൂറിൽ ഈ അൾത്താരയിൽ എഴുന്നള്ളി വരുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നമ്മളെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഉറ്റുനോക്കാൻ പോവുകയാണ്. നോക്കുന്നത് അവൻ ഭണ്ഡാരത്തിൻ്റെ എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തുട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. മനുഷ്യരെന്നെ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് പലതും ചിലപ്പോൾ എന്നെക്കുറിച്ച് പറയാനുണ്ടാകും. എൻ്റെ കർത്താവ് എന്നെ ശ്രദ്ധിക്കുകയാണ്, എൻ്റെ കർത്താവ് എന്നെ ശ്രദ്ധിക്കുകയാണ്. പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു. വലിയ തുകകളാണ്. വാക്കുകളൊക്കെ ശ്രദ്ധിച്ചേക്കണേ. പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ ഇട്ടു. വാക്കുകളൊക്കെ വീണ്ടും വീണ്ടും ശ്രദ്ധിച്ച് വായിക്കുന്ന ഇഷ്ടപ്പെടുമ്പോൾ തെളിഞ്ഞു വരുന്ന ചില വാക്കുകൾ. ഭണ്ഡാരത്തിൻ്റെ എതിർവശത്തിരുന്ന് ജനക്കൂട്ടം ഭണ്ഡാരത്തിൽ നാണയത്തുട്ടുകൾ ഇടുന്നത് ശ്രദ്ധിച്ചു. വാക്കുകൾ ഓരോന്നും ശ്രദ്ധിക്കുന്നൊരീശോ. ഭണ്ഡാരത്തിൻ്റെ എതിർവശത്തിരുന്ന് ശ്രദ്ധിക്കുന്ന ഈശോ. പല ധനവാന്മാരും വലിയ തുകകളാണ്. ഞാനും നിങ്ങളും ഒക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാ, വലിയതായിട്ട് പലതും ചെയ്യുന്നുണ്ടാ, വലിയ തുകകൾ നിക്ഷേപിക്കുന്നതായിട്ട്. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ, ഞാൻ പലരെയും നോക്കുമ്പോൾ അവൻ്റെ പെർഫോമൻസ്, അവളുടെ പെർഫോമൻസ്, ചിലപ്പോൾ നമ്മളെക്കുറിച്ച് തന്നെയുള്ള നമ്മുടെ ചിന്തയും ചിലപ്പോൾ അതാകാം. ഒരു ദരിദ്ര, അതിനെ കൊണ്ടൊന്നും ആവുന്നില്ല. ഒരു ദരിദ്ര, ചിലപ്പോൾ നമ്മളുടെ ഉള്ളിൽ ആ ഒരു അവസ്ഥയാകാം. ചിലപ്പോൾ നമ്മൾ പലരുടെയും ദൃഷ്ടിയിൽ നമ്മൾ വളരെ മികവോടെ പലതും ചെയ്യുന്നുണ്ടെന്നുള്ള ധാരണയാകാം. ഏതായാലും ശ്രദ്ധിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ ദരിദ്രയായ ഒരു വിധവ വന്ന് ഏറ്റവും വില കുറഞ്ഞ, സുവിശേഷകൻ എന്തിയെ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്. ഏറ്റവും വില കുറഞ്ഞെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതിന് വീണ്ടും ഒരു അഡ്ജക്റ്റീവാണ്. ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ ഇട്ടു. പല ധനവാന്മാരും വലിയ തുകകൾ നിക്ഷേപിച്ചു. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ ഏറ്റവും വില കുറഞ്ഞ 2 ചെമ്പ് നാണയങ്ങൾ ഇട്ടു എന്ന്. ഏറ്റവും വില കുറഞ്ഞ 2 എണ്ണം പോലും പറഞ്ഞു. ചെമ്പ് നാണയം, ചെമ്പെന്നും പറഞ്ഞു. ചെമ്പ് നാണയം 2 എണ്ണം ഇട്ടു. വലിയ തുകകൾ നിക്ഷേപിച്ചു. ഈശോ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് ഈശോ അടുത്ത് വിളിച്ചു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റാരെയുംകാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ ഈ കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പോവുകയാണ് കേട്ടോ. എന്നെയും നിങ്ങളെയും അറിയുന്ന കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കാൻ പോവുകയാണ്. എൻ്റെയും നിങ്ങളുടെയും അർപ്പണത്തിൻ്റെ ആഴങ്ങൾ പരിശോധിക്കുന്നവൻ്റെ മുമ്പിൽ ഇരിക്കാൻ പോകുകയാണ്. ഈ കർത്താവ് വൈഷ്ണവ കുർബാനയ്ക്ക് എഴുന്നള്ളി വന്നിരിക്കുമ്പോൾ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദരിദ്രാവസ്ഥകളാണെങ്കിൽ അത് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക.
അവൻ നിന്നെ അടുത്ത് വിളിച്ച് പറയും, മകനെ മകളെ ധൈര്യമായിരിക്കുക, നിന്റെ കഴിവിന്റെ പരമാവധി നീ ചെയ്യുന്നുണ്ടാ. നിനക്ക് A+ കിട്ടിയിട്ടില്ലായിരിക്കാം, നിനക്ക് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടില്ലായിരിക്കാം, നിനക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടില്ലായിരിക്കാം. ഇതാ നീ നിന്റെ കുടുംബത്തിൽ നിന്റെ പങ്കാളിയാലും മക്കളാലും ചിലപ്പോൾ മാറ്റി നിർത്തപ്പെടുന്നുണ്ടാകാം. നീ വിഷമിക്കേണ്ട, നീ ആകുലപ്പെടേണ്ട. ഇതാ നിനക്കുള്ളത് നീ ഏറ്റവും നന്നായിട്ട് അർപ്പിച്ചിരിക്കുന്നു. എന്റെ കർത്താവിന് എന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊന്ന് പറയാൻ പറ്റുമോ? അതോ പലരുടെയും മുമ്പിൽ എന്റെയും നിങ്ങളുടെയും പ്രവർത്തനങ്ങളും രീതികളും ശൈലികളെയും കുറിച്ച് വളരെ വലുതായിട്ട് പറയുന്നുണ്ടാകാം. പലരും പറയുന്നുണ്ടാകാം. പലരുടെയും ദൃഷ്ടിയിൽ വലിയത് നീ ചെയ്തു എന്ന് നിനക്ക് തോന്നുന്നുണ്ടാകാം. പലരും നീ വലുത് ചെയ്തു എന്ന് പറയുന്നുണ്ടാകാം. നിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, നിന്റെ ശൈലികളെക്കുറിച്ച്, നിനക്ക് കിട്ടിയ ഉദ്യോഗത്തെക്കുറിച്ച്, നീ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ പലരും മികവോടെ പലതും പറയുന്നുണ്ടാകാം. അതിൻ്റെ അപ്പുറം എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ, ഇതാ കർത്താവെ ഞാൻ മുഴുവനായിട്ട് നൽകിയിട്ടുണ്ട്. മുഴുവനായിട്ട് നൽകുമ്പോൾ കർത്താവ് എടുത്ത് ആശീർവദിച്ച് മുറിച്ച് വിളമ്പും. അവിടെ സംതൃപ്തിയും നിറവും സന്തോഷവും ഉണ്ടാകും. പകുതി പകുതി കൊടുക്കുമ്പോൾ, മുഴുവൻ കൊടുത്തിട്ടില്ല എങ്കിൽ ഇതാ വലിയ തുകയെന്ന് മറ്റുള്ളവർക്ക് തോന്നിയിട്ടുണ്ടാകാം. വലുത് നീ ചെയ്തെന്ന് പലരും പറയുന്നുണ്ടാകാം, എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ അത് മുഴുവനല്ല എങ്കിൽ, മുഴുവൻ കൊടുക്കാത്തത് അറിയാലോ. മുഴുവൻ കൊടുക്കാതിരുന്നതാ അനന്യാസിന്റെയും സഫീറായുടെയും അർപ്പണം. അവൻ വീണ്ടും മരിക്കുന്ന അനുഭവമാണ്. ഇത് മുഴുവൻ കൊടുത്തോ എന്നുള്ളതാണ് ഇന്ന് വീണ്ടും. നീ മുഴുവനായിട്ട് കൊടുത്താൽ നിന്റെ കർത്താവ് അതുകൊണ്ട് നിറവുണ്ടാക്കിക്കൊള്ളും. നീ പിടിച്ചു വെച്ചാൽ ഇതാ അവിടെ മരണത്തിന്റെ അനുഭവങ്ങളായിരിക്കും ബാക്കി. അവിടെ നിറവുണ്ടാകുകയില്ല, അവിടെ സമൃദ്ധി ഉണ്ടാകുകയില്ല, അവിടെ സംതൃപ്തി ഉണ്ടാകുകയില്ല. ജീവിതാന്തസ് ഏതാണെങ്കിലും ഇതാ ദൈവം തന്ന ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായി നമുക്ക് വിനിയോഗിക്കാനുള്ള വെളിച്ചം ഇന്ന് കർത്താവ് തരുകയാണ്. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളും സാഹചര്യങ്ങളും എന്താണെങ്കിലും അവിടെ കർത്താവ് നമ്മെ നട്ടതും പിടിപ്പിച്ചതും വളർത്തുന്നതുമാണ്. ഏറെ ഫലങ്ങൾ അത് കർത്താവ് നമുക്ക് തരുന്ന കൃപകളോ പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് പുറപ്പെടുവിക്കാൻ സാധിക്കട്ടെ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 00914802708098, 00914802702613, ഫാക്സ് 00914802708097, ഇമെയിൽ mail.divintv@gmail.com, website www.drcm.org.